LMI വേവ് ചെയ്ത് കിട്ടുന്ന ലെൻഡേഴ്സ് ഉണ്ട്. 65 വരെ 20% ഇല്ലാതെ നമുക്ക് വീട് മേടിക്കാൻ പറ്റിയല്ലായിരുന്നു. അതായത് 80% ആണ് കട്ട് ഓഫ് പോയിന്റ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ എമൗണ്ട് നോൺ ട്രാൻസ്ഫറബിൾ ആണ്, നോൺ റീഫണ്ടബിളും ആണ്. നമ്മളെ അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മൾ ലെൻഡറിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹമുള്ള നല്ലൊരു വീട് കിട്ടി എൻ്റെ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അല്ലേ? അതെ. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് ഇവിടെ വന്ന ആൾക്കാരായാലും പഴയ ആൾക്കാർ ഇവിടെ ഉള്ളവരായാലും നമുക്ക് പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് LMI ഇൻഷുറൻസ്. അത് ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് നമ്മൾ പ്രോപ്പർട്ടി മേടിക്കണോ അത് മേടിക്കാണ്ടിരിക്കണോ, ഏതാണ് നമുക്ക് നല്ലതായിട്ടുള്ളതെന്നതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഡൗട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പറ്റിയൊക്കെ ഒരുപാട് നാളായിട്ട് പഠിക്കുകയും റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് ബിസിനസ് ചെയ്യുകയും ചെയ്തിട്ട് ജോബിൻ മാണിയാണ്, അദ്ദേഹം ഇവിടുത്തെ മോർഗേജ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് LMI വർക്ക് ചെയ്യുന്നത്, എന്താണ് LMI, നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കുമോ അല്ലേ എന്നതിനെക്കുറിച്ച്. നമസ്കാരം ജോബി. നമസ്കാരം ജോസ്. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കും, നല്ല വിശേഷങ്ങൾ അല്ലേ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം ഇവിടെയുള്ള ആൾക്കാർ വലിയൊരു സംശയമാണ്, ഇൻക്ലൂഡിങ് മീ, ഈ LMI എങ്ങനെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രയോഗിക്കാം? അതെ, LMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നമ്മളെ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ്. അതായത് ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മൾ ലെൻഡറിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ എമൗണ്ട് നമ്മളാണ് പേ ചെയ്യുന്നത്, ബാങ്കിന് വേണ്ടി നമ്മൾ പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ എമൗണ്ട് നോൺ ട്രാൻസ്ഫറബിൾ ആണ്, നോൺ റീഫണ്ടബിളും ആണ്. നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ LMI പ്രീമിയം പേ ചെയ്യുന്നത് ലോൺ വാല്യൂ റേഷ്യോ മോർ ദാൻ 80% ആണെങ്കിൽ, അതായത് 80% ആണ് കട്ട് ഓഫ് പോയിന്റ്, 80ക്ക് മേളിൽ നമ്മൾ ലോൺ എടുക്കുന്നുണ്ട്, സേ 95, 90 അങ്ങനെ നമ്മൾ അത്രയും പെർസെൻറ്റേജ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഈ LMI പേ ചെയ്യണം. അതാ പെർസെൻറ്റേജിനനുസരിച്ച് LMIയിൽ ഡിഫറൻസ് ഉണ്ട്. എത്ര കുറവാണ് നമ്മൾ ലോൺ വാല്യൂ റേഷ്യോ എങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ സേ 90 എടുക്കുന്നെങ്കിൽ അതിനൊരു പ്രീമിയം ആയിരിക്കും, 95 ആണെങ്കിൽ അതിനൊരു പ്രീമിയം ആയിരിക്കും. പിന്നെ ബാങ്ക് ടു ബാങ്കും ഇതിനൊരു വ്യത്യാസമുണ്ട്, അവരുടെ കാൽക്കുലേഷൻ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഒരു ആവറേജ് 3% ഓഫ് ദ ലോൺ എമൗണ്ട് ആണ് LMI എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻഷുറൻസ് നമ്മളെടുത്താലും അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അതെ. പക്ഷേ LMI ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കിപ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് പറ്റി ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഇൻഷുറൻസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യില്ല. അത് നമ്മൾ അടയ്ക്കാൻ പറ്റാത്തപ്പോൾ ബാങ്കിന് ഒരു നഷ്ടമുണ്ടായാൽ അത് ബാങ്കിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ നഷ്ടം ബാങ്കിന് അതുവഴിയായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. അതെ, ഈ സിസ്റ്റം ഉണ്ടായത് ഈ 1965 വരെ ഓസ്ട്രേലിയയിൽ 20% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലേ ഉണ്ടായിരുന്നു ലോൺ കിട്ടുകയുള്ളായിരുന്നു, കമ്പൽസറി ആയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സേവിങ്ങിൽ എത്താനായിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ സിറ്റിസൻസിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഒരു ഫോം ചെയ്ത ഒരു മാർഗമാണ് ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് പ്രൈവറ്റിലേക്ക് മാറ്റപ്പെട്ടു, പ്രൈവറ്റ് കമ്പനികൾ അത് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ 65 വരെ 20% ഇല്ലാതെ നമുക്ക് വീട് മേടിക്കാൻ പറ്റിയല്ലായിരുന്നു. അതേസമയം ഇപ്പം നമുക്ക് 5% ഉണ്ടെങ്കിലും നമുക്ക് വീട് മേടിക്കാം, ഈ പ്രൊവൈഡഡ് നമ്മൾ LMI പ്രീമിയം പേ ചെയ്യുമ്പോൾ. അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഈ LMI ഇല്ലാതെ മേടിക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? LMI ഇല്ലാതെ മേടിക്കാനുള്ള സാഹചര്യം ഒന്നെന്ന് പറയുന്നത് നമുക്ക് 80% ലോണാണ് എടുക്കുന്നെങ്കിൽ LMI ഇല്ല. അതായത് 20% ഡെപ്പോസിറ്റ് ഇടണം. 20% ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ LMI പേ ചെയ്യും. അതായത് ഒരു 5 ലക്ഷത്തിന് നമ്മൾ 100,000 ഡെപ്പോസിറ്റ് ഇടണം. ഡെപ്പോസിറ്റ് പ്ലസ് ബാക്കിയുള്ള ചിലവുകളും വരികയില്ല ഇതിൻ്റെ ഇടയ്ക്ക്. ബാക്കിയുള്ള ചിലവുകളും ഇതെല്ലാം കൂടെ കൂട്ടിയല്ല പറയുന്നത്, അല്ല നമ്മൾ വീടിൻ്റെ വില മാത്രമല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 5 ലക്ഷത്തിൻ്റെ വീട് മേടിക്കുന്നു, ആ 5 ലക്ഷത്തിൻ്റെ വീടിൻ്റെ 20% ആണോ അതുമായിട്ട് ചേർന്ന് വരുന്ന എല്ലാ എക്സ്പെൻസസിൻ്റെയും അത് നമ്മളതിൽ വേറെ ഔട്ട് ഓഫ് പോക്കറ്റ് ഉണ്ടായിരിക്കണം. അത് വേറെ ഉണ്ടായിരിക്കണം. ഓക്കെ, ലോണിൻ്റെ 500,000 ആണെങ്കിൽ 20% ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ LMI അടയ്ക്കണ്ട. ബട്ട് അതേസമയം നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും വേറെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വേറെ സേവിങ് ഉണ്ടായിരിക്കണം. അത് ടോട്ടൽ ലോണിൻ്റെ 20% ഉണ്ടെങ്കിൽ നമുക്ക് LMI പേ ചെയ്യണ്ട. പിന്നെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് പല ലെൻഡേഴ്സും ചില പ്രൊഫഷണൽ സ്പെസിഫിക് ആയിട്ട് LMI വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഹെൽത്ത് പ്രൊഫഷണൽസ്, അക്കൗണ്ടൻസ്, പിന്നെ ടീച്ചേഴ്സിനുണ്ട്. ചില ബാങ്കുകൾ ആ ലെൻഡർ സ്പെസിഫിക് ആയിട്ട്
90% വരെ, അതായത് 10% ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ LMI വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചിലർക്ക് ഡോക്ടേഴ്സിനൊക്കെ 5% ഡെപ്പോസിറ്റ് ഇട്ടാൽ മതിയല്ലേ. അപ്പോൾ ആകെ വേണ്ടത് ആ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അവർ മെമ്പർ ആയിരിക്കണം. ആ ഒരു പ്രൊഫഷൻ ജോലി ചെയ്യുന്നവരും ആണെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം കിട്ടും. അപ്പോൾ അവർക്ക് LMI പേ ചെയ്യാതെ 10% ഡെപ്പോസിറ്റോ 5% ഡെപ്പോസിറ്റോ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഫഷൻ അനുസരിച്ച് നമുക്ക് ലോൺ ആ ലെൻഡർ തരും. അതൊരു വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ നേഴ്സസ് ആണ്. നേഴ്സസിന് പല ബാങ്കുകളും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഹൗസിംഗ് എന്നുള്ള ഡ്രീമിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ പലപ്പോഴും അതിപ്പോൾ ജോയിൻ പറഞ്ഞ് നന്നായി കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും പോകുന്നത് ഈ 4 മെയിൻ ബാങ്കുകളിലാണ് പോകുന്നത്. അവർക്ക് പലർക്കും ഈ ഡീലുകളില്ല. ചില മേജർ ബാങ്കുകൾക്കുണ്ട്, 1-2 ബാങ്കുകളുണ്ട്. നമ്മളൊന്നും അങ്ങനെ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കാറില്ല. അതെ അത് ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ മോർഗേജ് ബ്രോക്കേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ പല പ്രോഡക്റ്റുകൾ അവർക്ക് പരിചയമായിരിക്കും. അവരാണ് സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അത്രയും ഇത് കിട്ടണമെന്നില്ല. ഇല്ല നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെല്ലുന്നു, ബ്രാഞ്ചിൽ ചെല്ലുന്നു, അപ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നു പോരുന്നു. അപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടോ, ഈ ഡീലുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതെ, ഉണ്ടെങ്കിൽ അവർ പറയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയില്ല. അതെ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം LMI കൊടുത്ത് മേടിച്ച ഒരു വീട് നമ്മൾ ചെറിയൊരു ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആ സ്വിച്ച് ചെയ്യുമ്പം നമുക്ക് ലോണ് 20% ഡെപ്പോസിറ്റിന് താഴെയാണെങ്കിൽ വീണ്ടും പുതിയ ലെൻഡറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ LMI കൊടുക്കണം. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് അത്രയും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അല്ലെങ്കിൽ മാറാവുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ഒരു ബാങ്കിൽ നിന്ന് നമ്മളിപ്പോൾ LMI എടുത്ത ബാങ്കിൽ നിന്ന് മാറി മറ്റൊരു ബാങ്കിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ LMI അങ്ങോട്ട് ട്രാൻസ്ഫർ ആവില്ല. നമ്മൾ വീണ്ടും ആ പുതിയ ബാങ്കിൽ നമ്മുടെ പുതിയ പെർസെൻറ്റേജ് അനുസരിച്ച് വീണ്ടും നമ്മൾ LMI കൊടുക്കണം. പിന്നെ കൂടാതെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത്, അവർ LMI പേ ചെയ്തിട്ട് 500,000 ഒരു വീട് മേടിച്ചിട്ട് അതിന് അപ്രീസിയേഷൻ ഉണ്ടായെങ്കിൽ അവർ ആ ഇക്വിറ്റി വിഡ്രോ ചെയ്തിട്ട് ആ LMIയിലെ ഡിഫറൻസ് മാത്രം അവർ പേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആ ഇക്വിറ്റി ഡ്രോ ചെയ്യുമ്പം ചെറിയൊരു ഡിഫറൻസ് LMI പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇക്വിറ്റി കിട്ടുവാണ്. അത് വെച്ചുകൊണ്ട് അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ഡ്രോ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ എമൗണ്ടിന് LMI അടക്കേണ്ടി വരുന്നില്ല. നമ്മൾ ആ ഇക്വിറ്റി വിഡ്രോ ചെയ്യുന്ന ചെറിയ എമൗണ്ട് എത്രയാണ് അതിനുള്ള ഡിഫറൻസിന് മാത്രം നമ്മൾ പേ ചെയ്താൽ പക്ഷേ സാധാരണക്കാരെ അത് അത്ര ഇത് ചെയ്യുന്നില്ല. പക്ഷേ കൂടുതൽ പ്രോപ്പർട്ടി മേടിക്കുന്നവരാണ് ആ ഒരു രീതി ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് LMI വേവ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് കുറേ ഓഫറുകൾ വെച്ചിട്ടുണ്ട്. 2019 അല്ലെങ്കിൽ 20 മുതൽ പല ഓഫറുകളുണ്ട്. ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീമുകൾ. നമ്മളിപ്പോൾ 5% ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഗ്യാരണ്ടി ആയിട്ട് നിന്നുകൊണ്ട് LMI പേ ചെയ്യാതെ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. അങ്ങനെയുള്ള 1-2 സ്കീമുകളുണ്ട്. അത് പല സ്കീമുകളുണ്ട്. അത് ഓരോരുത്തരെയും എലിജിബിലിറ്റി അനുസരിച്ച് ചെക്ക് ചെയ്യണം. ഇപ്പോൾ റീജിയണൽ ഏരിയയിലാണെങ്കിൽ റീജിയണൽ ഗ്യാരണ്ടി സ്കീം, മെട്രോ ഏരിയയിലാണെങ്കിൽ നോർമൽ ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീമുണ്ട്. പിന്നെ സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി സ്കീം ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ 5% പേ ചെയ്താൽ മതി. LMI ഇല്ല. ബാക്കി 50% ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് ബാങ്കിന് ആ ഗ്യാരണ്ടി കിട്ടുന്നതുകൊണ്ട് ബാങ്ക് നമുക്ക് കൂടുതൽ തരും. അപ്പോൾ ഈ LMI എന്ന് പറയുന്നത് അത് ബാങ്കിന് തീരുമാനിക്കാൻ പറ്റുമോ, അതോ ഗവൺമെൻറ്റിൻ്റെ? ബാങ്കാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു ഗവൺമെൻറ് സ്കീം വഴി പോകുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വഴിയാണ് ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്നത്. പിന്നെ കൂടാതെ അല്ല, ഇത് ജോയിൻ പറഞ്ഞല്ലോ, ചില പ്രൊഫഷണലുകളായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നേഴ്സുമാർ ചെല്ലുമ്പോൾ അവർക്ക് 10% ഡെപ്പോസിറ്റ് മതി, ബാക്കി 10% ഇല്ലെങ്കിലും LMI വരുന്നില്ലെന്ന്. അപ്പോൾ അത് ബാങ്കുകാരല്ല അത് തീരുമാനിക്കുന്നത്. അത് ബാങ്കിൻ്റെ പോളിസിയാണ്. അവർ ആ റിസ്ക് അനാലിസിസ് നടത്തിയിട്ട്, ഇപ്പം ചില പ്രൊഫഷണലുകൾക്ക് ജോബ് ഗ്യാരണ്ടീഡാണ് ഏത് സമയത്തും. അപ്പോൾ അവർ ആ റിസ്ക് നോക്കിയിട്ടാണ്, പിന്നെ അവരുടെ ഇൻകം, ഈ ജോബിൻ്റെ ഗ്യാരണ്ടി, ഇതെല്ലാം നോക്കിയിട്ട് ബാങ്ക് തീരുമാനിക്കുകയാണ് ഓക്കെ ഈ പ്രൊഫഷനിലുള്ളവർക്ക് റിസ്ക് വളരെ കുറവാണ്, അതുകൊണ്ട് അവർ കൂടുതൽ നമുക്ക് ലെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അങ്ങനെയാണ് അത് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ബാങ്കിൻ്റെ പോളിസീസ് അനുസരിച്ചാണ് അവരത് ചെയ്യുന്നത്. അത് ആ പോളിസി ഒരു സർട്ടൻ പീരീഡിൽ ചിലപ്പോൾ കാണുള്ളൂ. അത് കഴിയുമ്പോൾ ചിലപ്പം ആ പോളിസി മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് പിന്നെ കിട്ടി. LMIയിൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും അത് ഫസ്റ്റ് ഹോം ബയേഴ്സ് ആയാലും പെർസെൻറ്റേജിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. LMI സെയിം ആ ഒരു അൽഗോരിതം വെച്ചാണ് ബാങ്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഓണർ ഒക്യുപ്പൈഡ് ആണെങ്കിലും നമുക്കിപ്പം
ഓരോ ബാങ്കിൻ്റെയും വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളിപ്പം ഇതിൻ്റെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, നമ്മളവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോൾ 500,000 മേടിക്കുന്ന വീടാണെങ്കിൽ 5% ഡെപ്പോസിറ്റ് ഇട്ടു അല്ലെങ്കിൽ 10% ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കാൽക്കുലേഷൻ അറിയാൻ പറ്റും. ഒരു ആവറേജ് 500,000 ആണെങ്കിൽ ഞാൻ 13,000 നമുക്കൊരു LMI വരുന്നത് അല്ലേ? അത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അതെ. ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യം എന്ന് വെച്ചാൽ $14,000 അല്ലെങ്കിൽ $13,000 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 5 ലക്ഷം തന്നെ ഉള്ള ആളും വെറും നമ്മൾ 10% ഇടുന്നുള്ളെങ്കിൽ. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ 14,000 ആണോ നമുക്ക് ലാഭം, അത് ലാഭമായിട്ട് വരുന്നത്, അത് നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുന്നതാണോ? അതെന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. എപ്പോഴും ഇപ്പോൾ സാധാരണ പ്രോപ്പർട്ടി സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ പറയുന്നത് LMI കൊടുത്താണെങ്കിലും മാർക്കറ്റിൽ എൻട്രി ചെയ്യാനാണ് പറയുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി മാർക്കറ്റ് ഒരു ആവറേജ് ഗ്രോത്ത് പെർ ഇയർ പറയുന്നത് 6 to 7% ആണ് ഒരു ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ചില സമയത്ത് അതിൽ കൂടുതലുണ്ടാകും, ചില സമയത്ത് കുറവായിരിക്കാം. എന്നാലും ആ ടേം ഓഫ് ദ ലോണിൽ ഒരു ആവറേജ് ഗ്രോത്ത് അതാണ്. അപ്പം നമ്മൾ LMI കൊടുക്കുന്നത് 3% ഓഫ് ദ എമൗണ്ട് ആണ് നമ്മൾ LMI പേ ചെയ്യുന്നത്. അപ്പം ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് 7% ആയാൽ ആ എമൗണ്ട് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതേസമയം നമ്മൾ 20% ആകാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷം എടുക്കും നമ്മൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 500,000 വീട് ഓൾറെഡി ചിലപ്പം 600,000 എത്തിയെന്ന് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇത് ചെയ്യണം. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതനുസരിച്ച് ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ആ എമൗണ്ട് സേവ് ചെയ്ത് എത്താൻ പറ്റാതെ വരും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ LMI അടച്ച് വീടെടുക്കുന്നതാണ് നമുക്ക് ലാഭം. എന്നാൽ അതേസമയം സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ, നമ്മളിപ്പോൾ വില കൂടുന്നില്ല എന്നുള്ളൊരു മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ LMI പേ ചെയ്തില്ലെങ്കിലും നമ്മളിപ്പം റെൻറ്റിൽ നിന്ന് സേവ് ചെയ്ത് മേടിക്കുന്നതാണ്. അത് ആ ഡിപ്പെൻസ്, ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അസസ് ചെയ്ത് ആ റിസ്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ 2 കാര്യങ്ങളാണ്. ഈ LMI നമുക്ക് ഒന്നെങ്കിൽ അപ് ഫ്രണ്ട് പേ ചെയ്യാം. ഇപ്പം ലോൺ സെറ്റിലിൻ്റെ സമയത്ത് നമുക്ക് 10,000 ആണ് LMI എങ്കിൽ അത് നമുക്ക് അപ് ഫ്രണ്ട് പേ ചെയ്യാം ഔട്ട് ഓഫ് പോക്കറ്റ്. അല്ലെങ്കിൽ നമ്മുടെ ലോൺ എമൗണ്ടിനകത്തോട്ട് ഇത് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ലോൺ ടൈമിൽ സ്പ്രെഡ് ഔട്ട് ആയിട്ട് നമുക്ക് പേ ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ ദ ബോറോയിങ് ആണ്. നമുക്ക് ബോറോയിങ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടൂടെ നമ്മുടെ ലോണിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കത് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കൂല്ലേ? പ്രോപ്പർട്ടിയുടെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. പ്രോപ്പർട്ടിയുടെ എക്സ്പെൻസ് ആയിട്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ നമ്മൾ പേ ചെയ്യുന്ന LMI നമുക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ടാക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു 5 years കൊണ്ട് നമ്മൾ അടച്ച LMI നമുക്ക് ക്ലെയിം ചെയ്ത് ടാക്സിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ഓപ്ഷനോട് ഉള്ളത് കൊണ്ട് ആ LMI പേ ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഒത്തിരി നല്ലതായിട്ട് വർക്കൗട്ട് ആവുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മാർക്കറ്റ് പഠിച്ചിരിക്കണം. അപ്പോൾ കയറുന്ന മാർക്കറ്റ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യില്ല, പ്രോപ്പർട്ടി മേടിക്കണം 20% വേണ്ടി. തീർച്ചയായിട്ടും. അതല്ല ലെവലായിട്ട് നിൽക്കുകയാണ്, കയറുന്നില്ല, താഴുവാണ്, മാർക്കറ്റ് 2 കൊല്ലത്തേക്ക് അനങ്ങില്ല എന്നൊക്കെ ഒരു പ്രൊഡിക്ഷൻ ഉള്ളതാണെങ്കിൽ അതെ, നമുക്കപ്പം ഒരു നല്ല ഇൻകം ഉള്ള ഒരു ആൾക്കാരാണ്, അവർക്ക് ആ ഒരു എമൗണ്ട് ആ ഒരു വർഷം കൊണ്ടല്ല 2 വർഷം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് LMI ഇല്ലാതെ എടുക്കുമായിരിക്കും ലാഭകരം. അത് നമ്മൾ തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ പ്രൊഫഷണലുമായിട്ടൊന്ന് സംസാരിച്ച് ഒരു അഡ്വൈസ് എടുക്കുന്നത് നല്ലത്. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് മീഡിയ പറയുന്നത് കേട്ടോണ്ട് ചെയ്തേക്കൽ ഒരു കാരണവശാലും. തീർച്ചയായും അവർ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഈ ഡാറ്റയും അതും ഇതും ഇവരുടെ ഹിസ്റ്ററിയും ഒക്കെ അനുസരിച്ച് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടും മെറ്റീരിയൽസ് നമുക്കും അവൈലബിൾ ആണല്ലോ പൈസ കൊടുത്താൽ. നമ്മൾ ഇതിനു വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളൂ. നമ്മൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്ത് ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ അതിന് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. സാധാരണഗതിയിൽ ഒരു നമ്മുടെ നോർമൽ ഒരു ജോലി കഴിഞ്ഞിട്ട് ഇതിനുള്ള ഒരു ടൈം ആൾക്കാർക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിച്ചിട്ട് ഇറങ്ങുവാണല്ലോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇറങ്ങുന്നവർ അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട് അത് ചെയ്തു അല്ലെ ഫാമിലിയിലുള്ള ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ചെയ്യരുത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം LMI അടച്ച് ഒരു പ്രോപ്പർട്ടി എക്സ്ട്രാ എടുക്കണോ, നമ്മളെ കൊണ്ട് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ നമ്മളൊരു നമുക്ക് മാനേജബിൾ ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് ഇച്ചിരി പൈസ വന്നാലും അതിനുള്ള പൈസ അങ്ങോട്ട് കാണാൻ കഴിയില്ലല്ലേ? അല്ലേ? കാണണം. അതും അല്ലെങ്കിൽ പ്രശ്നമാവില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് LMI കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആർക്കെങ്കിലും LMI എടുത്തിട്ടൊരു വീട് മേടിക്കണോ അതോ LMI എടുക്കാതെ വീട് മേടിക്കണോ എന്നതിനെക്കുറിച്ച് നല്ല സ്റ്റഡി ചെയ്യുക നിങ്ങൾ തന്നെ സ്വന്തമായിട്ട്. ഇതിന് മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്.
പിന്നെ ജോബിന് വേറെ എന്താണ് ആഡ് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് LMI പേ ചെയ്തുകൊണ്ട് നമ്മൾ ലോൺ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അസസ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ ആ മാർക്കറ്റും അനുസരിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാനായിട്ട്. കൂടാതെ LMI വേവ് ചെയ്ത് കിട്ടുന്ന ലെൻഡേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. അങ്ങനെയുള്ള ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊഫഷനും അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ LMI വേവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് 10% ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5% ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഫഷൻ. പിന്നെ കൂടാതെ ഗവൺമെൻറ് സ്കീമുകളിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, അതിനൊക്കെ പറ്റുന്ന പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം മേടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അങ്ങനെ LMI അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹമുള്ള നല്ലൊരു വീട് കിട്ടി എൻ്റെ എന്താ പറയുക അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അല്ലേ? അതെ. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.